ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ റംദാൻ വ്ളോഗാണ് കേട്ടോ. ഇന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ കുക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ. നമ്മളിന്ന് നിജിത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നും അസൂട്ടിനോടാണ് ചോദിക്കുക എന്താ സ്നാക്ക് വേണ്ടതെന്ന്. അവനക്കാണ് സ്നാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് ആൾ ചിക്കൻ റോൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇനി ചോപ്പർ ഉള്ളതുകൊണ്ട് ചോപ്പിംഗ് ഒരു വിഷയമേ അല്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധ ഷോപ്പിലൊക്കെ ഇപ്പോൾ ഇത് കാണാറുണ്ട്. പിന്നെ നമ്മൾ ചിക്കനിക്ക് വേണ്ട ഫില്ലിങ്സ് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ചിക്കനിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീരൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റംദാൻ മാസമൊക്കെ പ്രത്യേകിച്ചും എന്തെങ്കിലും കഴിക്കുമ്പോൾ നല്ലതാണോ, അത് ഹലാലാണോ എന്നൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ സ്കിൻ കെയറിനായിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹലാലാണോ എന്ന് ചെക്ക് ചെയ്യാത്തത്? അപ്പോൾ എന്തായാലും ഈ റമദാനിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഹലാൽ സർട്ടിഫൈഡ് ബ്രാൻഡ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഹലാൽ സർട്ടിഫൈഡ് ലാബായ മലേഷ്യയിലാണ് കേട്ടോ 100% ഹലാൽ സ്കിൻ കെയർ ബ്രാൻഡായ റാനിയ നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ ആനിമൽ ഇൻഗ്രീഡിയൻസും ഉണ്ടാവില്ല കേട്ടോ. 100% ആൽക്കഹോൾ ഫ്രീ ആണ്, ഹാംഫുൾ കെമിക്കൽ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ ഒരു ഇന്ത്യൻ സർട്ടിഫൈഡ് ഹലാൽ ബ്രാൻഡ് കൂടിയാണ് കേട്ടോ റാനിയുടേത്. മാത്രമല്ല റാനിയുടെ എല്ലാ പ്രൊഡക്ട്സിലും 24K ഗോൾഡ് ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആൻഡ് യൂത്ത്ഫുൾ ആക്കി വെക്കും കേട്ടോ. ഇപ്രാവശ്യം നല്ല വേനൽ ചൂടിൻ്റെ സമയത്തല്ലേ നോമ്പും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടും വെള്ളം ഇല്ലാതാകുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും കെമിക്കൽസ് ഉള്ള ഫേസ് വാഷ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആവും. പക്ഷേ അതേസമയം നമ്മൾ റാനിയുടെ ഒരു മിൽക്ക് ക്ലെൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പാല് പോലെ ജെൻറ്റലാണ്, അതുപോലെ മൈൽഡാണ്, ഭയങ്കര നൗറിഷിംഗ് ആയിട്ടുള്ള ജെൽ ഫോർമുലയിലാണ്. മാത്രമല്ല ഇതിൽ ഹണിയും വൈറ്റമിൻ സിയും 24K ഗോൾഡും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു ഫോം ക്ലെൻസർ കൂടി ഉണ്ട്. ഇത് നമ്മൾ ഡീപ്ലി നമ്മൾ പോഴ്സിൽ എന്നിട്ട് നമ്മൾ സ്കിന്നിന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തുകൊണ്ട് സ്കിന്ന് നല്ല മോയ്സ്ചറൈസിങ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഈ നോമ്പ് കാലത്ത് നമുക്കൊരു സ്കിൻ കെയർ ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല, എപ്പോഴും നമ്മൾ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഈ ഒരു ചൂടുകാലം ആവശ്യത്തിന് വെള്ളം നമ്മുടെ സ്കിന്നിന് കിട്ടാതെയൊക്കെ വരുമ്പോൾ സ്കിന്ന് ഒന്നും കൂടി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്ന് കുറച്ചൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാനിയുടെ ഈ ഒരു ടോണർ ജസ്റ്റ് ഒരു കോട്ടണിലാക്കിയിട്ട് മുഖത്ത് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ റോസ് വാട്ടർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ്, ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. പിന്നെ എനിക്ക് റാനിയുടെ ഒരു എൻ്റെ റേഞ്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഒരു CC ക്രീം. കാരണം അത് ഒരേ സമയം സൺസ്ക്രീനുമാണ്, അതുപോലെ ഒരു ഫൗണ്ടേഷനുമാണ്. ഇപ്പം നമുക്കൊരു ഇഫ്താർ പാർട്ടിക്കൊക്കെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു മേക്കപ്പ് പ്രോഡക്ട്സും വേണ്ട, ജസ്റ്റ് നമുക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സൺസ്ക്രീൻ പ്ലസ് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഒരു നല്ലൊരു കവറേജും തരുന്നുണ്ട്. ഒരു കൺസീലർ നമുക്ക് ഏറ്റവും ഈ നോമ്പിനൊക്കെ നമ്മൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി കറുപ്പ് വട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു കവറേജ് തരാനും സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഒരു മോയ്സ്ചറൈസർ ഗ്ലോ തരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി CC ക്രീമാണ് കേട്ടോ. അതും ഹലാൽ സർട്ടിഫൈഡ് CC ക്രീമാണ് റാനിയുടെ. അതുപോലെ തന്നെയാണ് നൈറ്റ് കെയറിന്റെ കാര്യമാണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് കിടക്കുന്ന നേരത്തും ഒരു നൈറ്റ് കെയർ ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഈ നിയാസിനമേഡ് അടങ്ങിയിട്ടുള്ള നൈറ്റ് ക്രീം ഒന്ന് യൂസ് ചെയ്താൽ മതി. സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവും, മോയ്സ്ചറൈസ്ഡ് ആവും. അതുപോലെ നോൺ ഓയിലി ആണ് ഇത്. നമ്മൾ സ്കിന്നിൻ്റെ ഒരുവിധം ഡാമേജുകളെല്ലാം റിപ്പയർ ചെയ്യാനും അതുപോലെ നമ്മൾ റിങ്കിൾസിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. റാനിയുടെ നൈറ്റ് ക്രീം പോലെ തന്നെ SPF 25 പ്രൊട്ടക്ഷനുള്ള ഡേ ക്രീമും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഹലാലായ രീതിയിലൊക്കെ സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ റാനിയുടെ ഈ പ്രോഡക്ട്സ് ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 60% ഓഫാണ് റാനിയുടെ പ്രോഡക്ട്സിനുള്ള. അപ്പോൾ വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാത്രമല്ല നമ്മളെ കൂട്ടുകാർക്കോ നമ്മളെ ഫാമിലി ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സൊല്യൂഷനും കൂടിയാണ് കേട്ടോ നമ്മൾ റാനിയുടെ. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചു തരാം. ഇതിങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലൗസ് ആണ് കേട്ടോ, ഇങ്ങനെ ഗ്ലാസ് കവർ പോലത്തെ. എനിക്ക് ഇച്ചിരി ലൂസാണ്, അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചില്ല. നമുക്ക് ഈ മസാല തേക്കുമ്പോഴൊക്കെ എടുക്കാൻ നല്ല സുഖം. മറ്റേത് ഈ മഞ്ഞളൊക്കെ ഈ കയ്യിൽ നഖത്തിനൊക്കെ ഒരു മഞ്ഞ കളറാക്കണം. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് മസാല കുഴക്കാനൊക്കെ എടുക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അളിയനുണ്ടായിരുന്നു കേട്ടോ. സിനിമകളും ഐഷൂട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഐഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ കൊതിയാവും എനിക്ക്. കാരണം എന്താ പറയുക, സിനിമകളെ ചെറുപ്പത്തിൽ അതേ മുറിച്ച് വെച്ച പോലെയാണ് ഐഷൂട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ഒരു 8-9 വയസ്സൊക്കെ ആകുമ്പോഴാണ് സിനിമ ഉണ്ടായിരുന്നത് ചെറുതായിട്ട്. അപ്പം ഞാൻ സിനിമകളുമായിട്ട് കളിക്കുമായിരുന്നു. ഞങ്ങൾ കളിക്കൂട്ടുകാരികളായിരുന്നു. അപ്പം അവളെ കാണുന്നത്, പണ്ട് സിനിമകളെ കണ്ടിരുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോഴും ഐഷൂട്ടിനെ കാണുമ്പോൾ. അപ്പം അതിനെ മിസ് ചെയ്യും ഇടയ്ക്ക്. അപ്പോൾ ഈ നോമ്പായതുകൊണ്ട് ഒരുപാട് തള്ളാനുള്ള ആരോഗ്യമൊന്നുമല്ല കേട്ടോ. അവിടെ പോലൊക്കെ തള്ളി കുറച്ച് നേരം ഇരുന്നിട്ട് പോവാണ്. നമ്മൾ എൻ്റെ മുന്നേ പോവാണ്. ഇനി നല്ല വെയിലോ പോയിട്ട് കുറേ പരിപാടികളുണ്ട്. ഞങ്ങൾ എണ്ണേച്ചപ്പോൾ പുതിയ കട്ടിൽ മേടിച്ചിരിക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ സ്റ്റോറേജൊക്കെ ഉള്ള കട്ടിലാണ് കേട്ടോ. നല്ല അടിപൊളി കട്ടിലൊന്ന് കാണിച്ചു തരാം. ഇനി കട്ടിലിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കരുത് കേട്ടോ. എനിക്കറിയില്ല ഈ ഷോപ്പ് ഏതാണെന്ന്. ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മലപ്പുറത്തോ പെരിന്തൽമണ്ണയുള്ള ഏതോ ഷോപ്പാണെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ഉള്ള വലിയൊരു കട്ടിൽ, ഈ 2 കട്ടിൽ മാറ്റിയിട്ട് അങ്ങനത്തെ ഒറ്റ കട്ടിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എവിടുന്ന എന്താന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ കട്ടിൽ. നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള അടിപൊളി കട്ടിൽ. നോമ്പില്ല അല്ലേ? ഉണ്ടാക്കിയ സർബത്താണ് സാർ. ചേട്ടനൊക്കെ നന്നായി നാരങ്ങ വെള്ളം സർബത്ത് തരണ പിന്നെ ഇനിയിപ്പത് കഴിയണവരാ. നമ്മൾ പഴയ വീട്ടിലാകുമ്പോൾ ഉണ്ടാക്കിയിട്ടില്ലേ നന്നാല്. ഐശ്വട്ടിന്റെ ബലൂണാണ് അത് കഴിച്ചെടുത്തിട്ട് ഞാൻ പണിയായിട്ടുണ്ട്. എന്ത് മാജിക്കാ? ശരി, അത് വീർക്കുമ്പോ അതിന്റെ കൂടെ മറ്റത് വീർക്കുക. അത് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളങ്ങനെ ഉച്ചക്കൊന്ന് ചെറുതായിട്ടൊന്ന് വൈകി എണ്ണീറ്റു കേട്ടോ. ഒരുപാടൊന്നും ഉറങ്ങാനൊന്നും പറ്റിയുള്ളൂ. ഒന്ന് വൈകി എണ്ണീറ്റു. ഇനി നമ്മൾ കുക്കിങ്ങിന് വേണ്ടി പോവാണ്. ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാ ബോൾ കളിക്കുക. ഇപ്പം തന്നെ ബോൾ കളിക്കേണ്ട 4 മണി ആവണുള്ളൂ കേട്ടോ. ടയർഡായി പോവും. സ്നാക്ക് ഇട്ടോടി വന്നാൽ ഇന്നെന്താ സ്നാക്ക് ഉണ്ടാക്കേണ്ടത്? ചിക്കൻ റോളാണ്. എന്താ സ്നാക്ക് ഉണ്ടാക്കേണ്ടത് എപ്പോഴും വേണം കേട്ടോ പറയാം. അത് രാവിലെ ആകുമ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് വൈകുന്നേരം അത് ഉണ്ടാക്കും. അപ്പം ഇന്ന് ചിക്കൻ റോളാണല്ലേ. പിന്നെ കഴിഞ്ഞ ഫുഡ് എന്താ? പൂരിയും ബാജി. പൂരി ബാജിന്ന് വാപ്പല്ലേ. അപ്പൊ നമുക്ക് എന്താന്ന് വാപ്പ ഉണ്ടാക്കുമ്പോ അപ്പൊ നമ്മൾ പൂരി ഉണ്ടാക്കും. പൂരി അല്ല ഉണ്ടാക്കുന്നത്, ചിക്കൻ റോൾ ഉണ്ടാക്കട്ടെ. ഓക്കെ, സക്സസ് ആയിട്ടെല്ലാം നോമ്പുകൾ തോറ്റിപ്പോ തറാവി നിസ്കരിക്കലുണ്ട് കേട്ടോ. ഓക്കെ, അവന്റെ പല്ല് പോയി. നോമ്പില്ലാത്തോണ്ട് അവന്റെ പല്ല് പോയി കേട്ടോ. ഈ കട്ട് ചെയ്ത് ബാക്കിയുള്ള ഈ ബ്രെഡ് കൊണ്ടിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാണ് കേട്ടോ. പിന്നെ അപ്പുറത്തുള്ള ഈ ബ്രെഡും നമ്മൾ കഴിക്കാത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചിക്കൻ റോൾ ഇങ്ങനെ പുതിയാനുള്ള നല്ലൊരു മിച്ചി പൂരിക്കുള്ള മാവ് ഇപ്പോഴേ കുഴച്ച് വെക്കാൻ കേട്ടോ. മൈദയും കുറച്ച് റവയും ചേർത്തിട്ട് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. രാത്രി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ റോളിനുള്ള മസാല ഉണ്ടാക്കാം. അങ്ങനെ ഭയങ്കര അടിപൊളി മസാല ഒന്നുമില്ല കേട്ടോ. സാധാരണ മസാലയാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്നും ചിക്കൻ്റെ റെസിപ്പി ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര സംഭവമാക്കണമൊന്നുമില്ല. ഒന്നാമത് ഭയങ്കര ചൂടാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ തൊട്ട് വലിയുള്ളി നേരത്തെ ഇന്ന് നോക്കുണ്ടോ? എന്താ ഇപ്പൊ നോക്കാത്തു? പോട്ടെ പോട്ടെ, സ്ഥലങ്ങളിലേക്ക് ഞാനിവിടെ സാറിന് ഇന്ന് എന്താ ഉണ്ടാക്കണത് നോക്ക്. ചിക്കൻ കഴിക്കാൻ പറ്റില്ല. അത് റോളിന് വിളിച്ച് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്. അതുപോലെ ബ്രെഡിൽ റോൾ ചെയ്യണം. ഞാൻ ഇന്ന് ബ്രെഡിൽ റോൾ ചെയ്യണതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ബ്രെഡ് ഒന്ന് ആദ്യം ഒന്ന് പരത്തണം. വെള്ളത്തിലൊക്കെ മുക്കിയിട്ടും ഇങ്ങനെ ആക്കും ചെയ്യാൻ. ഞാനൊന്ന് ജസ്റ്റ് പരത്തിയിട്ട് അതിൽ റോൾ ചെയ്യാൻ വെച്ചിട്ടാണ്.
അപ്പം പരുത്തം മാത്രം ചെയ്തിട്ട് കാര്യമല്ല കേട്ടോ. അപ്പം ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു. ചില ബ്രെഡുകൾ പൊട്ടി പോവാതെ കറക്റ്റായിട്ട് കിട്ടിയത് കുറച്ച് പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ടോ. പാലിലാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം മാത്രമേ എടുത്തുള്ളൂ. വെള്ളത്തിലൊന്ന് ബ്രെഡ് നനച്ചിട്ട് എണ്ണത്ത് വെച്ചപ്പോൾ നല്ല സുഖമായി. ഒരു മാവ് പോലെ തന്നെ നല്ല കംഫർട്ടായി കേട്ടോ. അതുപോലെ ഈ ബ്രെഡിൻ്റെ അപ്പം 4 പുറം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 4 പുറം കട്ട് ചെയ്തിട്ടില്ലെങ്കിലും നല്ല വലിയ സൈസിലും കിട്ടും. അത്യാവശ്യം കുറച്ചും കൂടി ഒന്ന് ഉറപ്പുണ്ട് ബ്രെഡിന്. അപ്പം കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ശേഷം നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കൈ കോഴിമുട്ടയിലും ഒരു കൈ ബ്രെഡ് ക്രംസിലും ആക്കിയാൽ മതി. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആവാണ്ട് ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും നമ്മൾ ബ്രെഡ് ക്രംസ്. ഇതും എനിക്ക് ഏതോ ഒരു സമയത്ത് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ പറഞ്ഞു തന്നാണ് കേട്ടോ, രണ്ടിനും കൂടി ഒരു കൈ എടുക്കണ്ട എന്നുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാതും കവർ ചെയ്തെടുത്തു. എന്നിട്ട് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ റോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ക്രംസ് ഒന്ന് ഒതുക്കി കൊടുത്താൽ എണ്ണ വല്ലാതെ നാശാവൂല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോളൊക്കെ ഏകദേശം പൊരിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ജ്യൂസ് അത് തന്നെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലമ്മ, നല്ല മാംഗോ ജ്യൂസ്. നമുക്ക് വെജീസിന് നന്നായി കുറച്ച് ഇറക്കണോ, പിന്നെ ടേസ്റ്റ് നോക്കാൻ നന്നായി ചെറുത്ത് ഉണ്ടാക്കാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വ്ളോഗിൽ വേണ്ട തരിക്കഞ്ഞ് കാണിച്ചപ്പോഴേ കുറേ ആൾക്കാർ ചോദിച്ചു തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. നമ്മളെ പട്ടാമ്പിയിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടാണ് ചോദിക്കുന്നത്. പട്ടാമ്പി തരിക്കഞ്ഞു എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? സ്പെഷ്യലാണ് ഞാൻ കാണിച്ചാൽ എന്തായാലും എങ്ങനെ ഉണ്ടാകുന്നത് വാപ്പ ഉണ്ടാക്കിട്ടാ കാണിച്ചത്. അവിടെ ഉണ്ട്. അതെ, പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റവ അത് വറുത്തറവല്ലേ. അപ്പോൾ എന്നാലും വറുക്കും. ആദ്യമായിട്ട് റവ ഒന്ന് വറുക്കണ്ട കേട്ടോ. റവന്റെ അളവാണ് അല്ലേ? ആ, കുറച്ച് മാറിപ്പോയി അപ്പൊ കട്ടിയായി പോകും. ഇതിപ്പോ എത്ര ആൾക്കുള്ള? നമ്മളൊരു 4 ആൾക്കോ? 5 ഗ്ലാസ് ആണ് അല്ലേ? 5 ഗ്ലാസ്സിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഉണ്ടോ റവ എടുത്തിട്ട്. അത് വറുത്ത റവയാണ്, എന്നാലും ഒന്ന് വറുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വറുക്കണം. എല്ലാവർക്കും അങ്ങനെ തന്നെ മാക്സിമം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സിലകത്ത് വെച്ചിട്ടുണ്ട്. 5 ഗ്ലാസ് ഒരുപാട് ബാക്കിയായിട്ട് ഒരു 5 ടീസ്പൂൺ മനസ്സിലിട്ടോ മതി. സുഖമാണ്. പശു ഉള്ളതുകൊണ്ട് പശുമ്പാല് ഒക്കെ ഉണക്കിയിട്ട് പൊടിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പ്രശ്നമില്ല. കുറേ പശുക്കൾ വേണം, എന്നാലേ ഈ പാലിങ്ങനെ ഉണക്കിയിട്ട് അങ്ങനെ പൊടിയാക്കി വെക്കാൻ പറ്റില്ല. നഷ്ടമാണ്. നമ്മളൊക്കെ ഒരു 3 വയസ്സായി എന്തെങ്കിലും പൂവ് കൊടുക്കും. ഉപ്പ് വേണം. ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ആണെങ്കിൽ ഇവിടെ വച്ചുണ്ടല്ലോ അതൊക്കെ ഇട്ടെടുക്കുക. എല്ലാവർക്കും ഒന്നിച്ചിട്ട് വെക്കാക്കണ്ട ആക്കിയിട്ട് വെക്കാന്നല്ലാതെ ഇതൊന്നും ഈ സമയത്ത് നടക്കടാൻ്റെ ഇതില്ല. വിളിക്കണതേ ബാങ്ക് കൊടുത്ത് 10 മിനിറ്റ് വേഗം പോയിട്ട് ഒന്നൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് വന്നിരുന്നോ. ലാസ്റ്റ് ആകുമ്പോ പിന്നെ കുറച്ചുകൂടി സമയം കിട്ടിയെങ്കിൽ നാക്കട്ടോ. അല്ലെങ്കിൽ പിന്നെ വേഗം ബാങ്ക് കൊടുത്തെങ്കിൽ വേഗം ബാങ്ക് കൊടുത്തെങ്കിൽ അതാ പറഞ്ഞതേ. വേഗം ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്യാം. മാങ്ങ വെറുതെ അതെ, അസുക്ക് ഈ മാങ്ങ വെറുതെ ഇങ്ങനെ കഴിക്കണം ഭയങ്കര ഇഷ്ടം. കട്ട് ചെയ്യാണ്ട് മാങ്ങ കട്ട് ചെയ്യല്ല. എന്നാ നീ അത് കൊണ്ടുണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ. അസുട്ടർക്ക് ധൃതിയായിട്ടോ വേഗം വന്ന് ക്ലീൻ ആക്കാൻ തന്നെ ക്ലീൻ ആക്കും. സ്ട്രോബെറി ഒന്ന് നോമ്പ് ഓർക്കുമ്പോൾ കേട്ടോ. സ്ട്രോബെറി ഇന്നത്തെ കണ്ടന്റിലില്ല പറഞ്ഞത്.
നോമ്പിന്റെ കണ്ടതിൽ ആരെങ്കിലും സ്ട്രോബെറി കൊടുക്കും. വേണോ? ഇഷ്ടണ്ടോ? ഓ ഇപ്പൊ തന്നെ അല്ല ബാങ്ക് കൊടുത്തിട്ടേ കുടിച്ചു നോക്കാം. സർവത്തിനൊക്കില്ല ഒരുപോലെ സർവത്ത് അത് നല്ല തണുപ്പോ. കുളിക്കാൻ കയറി ഇനിയിപ്പോ തലയിൽ വെള്ളമായില്ല, ഇനി വേഗം നനച്ച് കുളിച്ചൂടെ? ആ സുഭാഷിനെ അങ്ങോട്ട് കൊണ്ടുപോവല്ലേ ഇല്ല. തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസമാണ് മറ്റേ നോമ്പായിട്ട് മദ്രസ അല്ലേ. ഇത് പഠിച്ചോ? ഇതൊക്കെ പഠിച്ചു നീ? ഒന്നുകൊണ്ടല്ലോ പഠിച്ചത്. ഡേറ്റ്സിന് എന്തോന്ന് പഠിച്ചു. ഡേറ്റ്സിന് എന്താ പഠിച്ചേ? കാരക്കൊക്കെ എന്താ പഠിച്ചേ? ഫസ്റ്റ് അപ്പൊ അത് കഴിഞ്ഞു. നമ്മള് അത്രയും ഫ്രൂട്ട്സ് പഠിച്ചു. ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ് പഠിക്കാം. പിന്നെ വേണ്ട എല്ലാ ദുആകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ, എന്നിട്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ. ഈ നേരത്ത് ഭയങ്കര ചൂടല്ലേ, ഒരാവിയുള്ള സമയമാണ് ഈ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഒരു കുളി മസ്റ്റ്. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുട്ടികൾ അവിടെ ഫുള്ള് ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ മദ്രസയും ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനും ഒക്കെ ആയിട്ട് ഈ സമയത്ത് ഫുൾ ഓൺലൈൻ പരിപാടിയാണ്. അപ്പോൾ കുട്ടികൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇനി പരിപാടി ഇന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ആദ്യം എല്ലാം ആ മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കില്ല കേട്ടോ. മിച്ചി പത്തിരിയും ബാപ്പക്കറിയും ഒക്കെ അപ്പം തന്നെ ഉണ്ടാക്കും. പക്ഷെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇന്ന് പൂരി ആയതുകൊണ്ട് അത് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കണ രസമല്ലേ. അപ്പം ഉമ്മച്ചി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പൂരിയും അതിക്ക് പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അടുത്ത പരിപാടിയാണ് കേട്ടോ. പരത്താനൊരു രസം. അതാ സ്റ്റെപ്പൊന്നും ഇരിക്കണ്ട. അപ്പം സ്റ്റെപ്പ് വന്ന് സ്റ്റെപ്പ് പിന്നെ എന്നോടൊരു കൂട്ടുകാർ എപ്പോഴും, ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ എപ്പോഴും ചോദിക്കലുണ്ട് കേട്ടോ പല്ലിൻ്റെ കാര്യം. ഇനി അവർ തന്നെയാണോ വീണ്ടും വീണ്ടും ചോദിക്കണത്, അതോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണോ ചോദിക്കണത് അറിയില്ല. പല്ല് ബ്രേസ് ഇട്ടതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയൂ എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. പല്ല് പറിച്ചിട്ടാണോ പല്ല് ക്ലിപ്പിട്ടത്, എന്തിനാണ് പല്ല് ക്ലിപ്പിട്ട്, എത്ര വർഷം ഇടേണ്ടി വരും എന്നൊക്കെ അങ്ങനെ ചോദിക്കലുണ്ട്. അപ്പം ഞാൻ പല്ല് ക്ലിപ്പ് ഇട്ടത് നമ്മളിവിടെ ഞങ്ങളുടെ ഇവിടെ നിള ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പട്ടാമ്പിയിലുള്ള നബിലാസ് ക്ലിനിക്കിൽ നിന്നാണ് കേട്ടോ. ഇപ്പം കഴിഞ്ഞ ഈ സമയത്താണ് ഇട്ടു വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ശരിക്കും ഇത് ഇത്രയും ഗ്യാപ്പ് ഇത്രയും ലാഗ് ആയത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസം 2 തവണ ഇതിൽ ടൈറ്റ് ആക്കാനൊക്കെ പോകണം. ഞാൻ കുറേ മാസങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ വിളിക്കുന്ന ദിവസം ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്നായിരിക്കും, ഒന്നില്ലെങ്കിൽ മങ്കടയിലായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് കുറേ ടൈം തിരൂരായിരുന്നു. അങ്ങനെ അധികം സൺഡേസിലാണ് ഡോക്ടർ വരിക. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരുപാട് സിറ്റിങ്ങുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും 1 വർഷം ഡിലേ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ പല്ല് കെട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പല്ലിച്ചിരി പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പല്ലും ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പം ഈ പല്ലൊക്കെ ഇച്ചിരി ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് അങ്ങനെ കുറച്ചിങ്ങനെ പൊസിഷൻ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പല്ല് പറിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മേലത്തെ ഭാഗത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു പല്ല് പറിക്കാതെ തന്നെ കെട്ടിയിട്ട് ശരിയാവും എന്ന് പറഞ്ഞു. പല്ല് പറിച്ചിട്ടില്ല. ഇനി താഴത്ത് ക്ലിപ്പിടണം. അതിനാദ്യം 1 വട്ടം കൂടി മുകളിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം താഴത്ത് ക്ലിപ്പിടാം. മേ ബി നെക്സ്റ്റ് മന്ത് ക്ലിപ്പിടാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ നോക്കാം, അന്നേരം വേണമെങ്കിൽ പറിച്ചാൽ മതി, അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് എൻ്റെ പല്ലിൻ്റെ അപ്ഡേഷൻ കേട്ടോ. ഈ ബാജിൻ്റെ റെസിപ്പി ഒന്നും ചോദിക്കുന്നുണ്ട്. ഡാഡി തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കണ ബാജി തന്നെ പറയാ.
എല്ലാം കഴിക്കുന്നുണ്ട്. പൊട്ടാറ്റോയും വെല്ലുള്ളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഉണ്ടോ? 2 വെറുതെ കൊണ്ടിടുക. 2 വെളുത്തുള്ളി കഷ്ണം. ഗ്യാസിൻ്റെ അതിന് വല്ലതും വേണം. കഴിയും ചെയ്ത മദ്രസ എന്നോട് പഠിച്ച പറഞ്ഞു നാളെ മാത്സ് അല്ലേ? എന്നാ പോയി പഠിച്ചോട്. ഇന്നത്തെ ഇവിടെ കിച്ചണിലെന്താ ഇല്ല മാത്സ് എക്സാം ഉണ്ട്, പഠിച്ചോ. തറാവിയൊക്കെ നിസ്കരിക്കലുണ്ട് എടുക്കാനായിട്ട് അല്ലേ? നല്ല കുടിയല്ലേ? പഠിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഇത് അത്താഴത്തിനുള്ള ചീരയും അതുപോലെ പച്ചക്കറിയൊക്കെ ധാരാളമായി ഞങ്ങളുടെ കുഞ്ഞുണ്ണിയേട്ടൻ സ്വന്തമായി കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി, ബ്രിഞ്ചൽ ഒക്കെ ഉണ്ട്. അതുപോലെ ചീര. നോമ്പായാലും ചീരക്കൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. എന്ത് ചെരങ്ങ ഒരുവിധം പച്ചക്കറികളൊക്കെ അധികം കുഞ്ഞിലേട്ടൻ കൊടുത്താൽ വെള്ളം നന്നായിട്ട് കുടിക്കണം. ആകുമ്പോൾ തീരെ വെള്ളം ഉണ്ടാവില്ല ശരീരത്തിൽ. അപ്പോൾ വെള്ളം മാക്സിമം കുടിക്കൊണ്ട് കേട്ടോ, തീറ്റ മാത്രമല്ല. അങ്ങനെ നമ്മൾ പൊട്ടാറ്റൊക്കെ നന്നായിട്ട് വെന്തു. അപ്പം നമ്മൾ എന്നിട്ട് അങ്ങനെ കുത്തി ഉടക്കുകയാണ് ചെയ്യാട്ടോ. അപ്പോൾ പച്ചമുളക് എടുത്ത് മാറ്റി എരിവ് അധികമായുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ പൊട്ടാറ്റോ നന്നായിട്ട് കുത്തി അടിച്ചു. ഇനി തൂമിക്കണം എന്നുള്ളവർക്ക് കടുക്, വേപ്പിലൊക്കെ, വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ആക്കാം. പക്ഷെ അപ്പം അങ്ങനെ ചെയ്തില്ല, ജസ്റ്റ് മല്ലിയില മാത്രം ഇട്ടു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൂരിക്ക് നല്ല മാച്ചാ. എനിക്കല്ലേ ബാജി എന്താന്ന് അറിയാൻ കഴിഞ്ഞത് കഴിച്ചിക്കണു അതിനെ കുട്ടിക്കറി ഒഴിച്ചെടുക്കും. എന്താ കഴിക്കാൻ പോണെന്ന് വെച്ചിട്ട് ഇതിന്റെ പേരെന്താ എനിക്ക് അറിയെടുക്കുമാ? നീ പറയണം. ഇതിന്റെ പേരെന്താ? സായി. സായി സായി അത്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ റെസിപ്പി കാണിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ചിക്കൻ റോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തരിക്കഞ്ഞിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റോളും തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോയിൽ കാണിച്ച് നമ്മൾ റാനിയൻ്റെ പ്രൊഡക്ട്സിൻ്റെ കാര്യം മറക്കണ്ട. സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റാനിയൻ്റെ പ്രൊഡക്ട്സ് ഇപ്പോൾ മേടിച്ചോളൂ കേട്ടോ. കാരണം ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 60% ആണ് റാനിയൻ്റെ എല്ലാ പ്രൊഡക്റ്റിനും ഓഫറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വ്ളോഗുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. Ta-da.